ഇവർ തിരിച്ചു ഒരു കാര്യം ആലോചിച്ചു. അതായത് നിങ്ങൾ ആ CPM-നെ നോക്കൂ, അതിന്റെ സംസ്ഥാന സെക്രട്ടറിമാരെ നോക്കൂ, എല്ലാവരും ഒരേ മതത്തിൽപ്പെട്ട ആളുകളല്ലേ. നാളെ ഒരാൾ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഗോവിന്ദൻ എന്ന് പേരുള്ള ഒരാളാണ് അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അവിടെ ബാലകൃഷ്ണൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നത്. അതിനു മുമ്പ് വിജയൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു. അതിനു മുമ്പ് വീണ്ടും ഒരു ഗോവിന്ദൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു. അങ്ങനെ നമ്പൂതിരിപ്പാട് എന്ന് വരെ പേരുണ്ടായിരുന്ന ആളുകളുടെ നീണ്ട ലിസ്റ്റല്ലേ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ പേര് നോക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ശരിയാണല്ലോ. എല്ലാം AK ബാലൻ വന്നിട്ട് ഒരു കാര്യമില്ലാതെ മാറാട് കലാപത്തെ വലിച്ചിഴച്ച് എന്തൊക്കെയോ പറഞ്ഞ് വലിയ ബഹളമൊക്കെ ആയിട്ട് പിറ്റേന്ന് വലിയ കുഴപ്പമായപ്പോൾ ഒരു ഖുർആൻ എടുത്ത് വന്നിട്ട് മറ്റെന്തൊക്കെയോ പറഞ്ഞ് വെറുതെ ആ ഒരു കാര്യമില്ലാതെ കാലുഷ്യവും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയി. ഇവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ വിഷയം ഈ ആവശ്യമില്ലാത്ത വിഷയമല്ലല്ലോ എന്ന് തോന്നലുള്ള ആളുകൾ പോലും പാർട്ടിക്ക് വേണ്ടിയിട്ട് നിഷേധിക്കാനും മറ്റും രംഗത്തേക്ക് വരിക. പിന്നീട് ഈ ചർച്ചകൾ ഉണ്ടാവുക, ഇങ്ങനെ സംഭവിക്കും. ഇതിപ്പോൾ ഈ സജി മന്ത്രി എന്ത് കാര്യമാണ് ഈ പറയുന്നത്? എന്തിനാണ് ഈ പറഞ്ഞത് നോക്കുക? 2 ജില്ലകളിലെ ആളുകളുടെ പേര് നോക്കിയാൽ മതി. എന്താ പേര്? അവിടുത്തെ മുസ്ലിം പേരുകാരാണ് അവിടെ എല്ലാം വിജയിച്ചിരിക്കുന്നത്. അതെന്താ കാര്യം? അതിനെന്താ കുഴപ്പം? മുസ്ലിം പേരുകാർ വിജയിച്ചാൽ എന്താ കുഴപ്പമുണ്ടോ? ഇവിടെ മറ്റു ചില മണ്ഡലങ്ങളെ ചൂണ്ടിക്കാട്ടി അവിടങ്ങളിലെല്ലാം കുറേ പേര് ഹിന്ദു പേരുകാരാണ് എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും സ്ഥാനം അങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യം സാധൂകരിക്കപ്പെടുന്നുണ്ടോ? മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെ മാത്രമായിട്ട് സ്ഥാനാർത്ഥികളായിട്ട് വെച്ചാൽ പോലും അതിനെന്താ കുഴപ്പമുള്ളത്? ഇതൊന്നും അത് സാധാരണമായിട്ടുള്ള കാര്യങ്ങളെ അസാധാരണമായിട്ട് അവതരിപ്പിച്ചിട്ട് ആകെപ്പാടെ പേടിപ്പിക്കുക. ഇപ്പോൾ ഇവർ തിരിച്ചു ഒരു കാര്യം ആലോചിച്ചു. അതായത് നിങ്ങൾ ആ CPM-നെ നോക്കൂ, അതിന്റെ സംസ്ഥാന സെക്രട്ടറിമാരെ നോക്കൂ, എല്ലാവരും ഒരേ മതത്തിൽപ്പെട്ട ആളുകളല്ലേ. നാളെ ഒരാൾ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഗോവിന്ദൻ എന്ന് പേരുള്ള ഒരാളാണ് അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അവിടെ ബാലകൃഷ്ണൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നത്. അതിനു മുമ്പ് വിജയൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു. അതിനു മുമ്പ് വീണ്ടും ഒരു ഗോവിന്ദൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു. അങ്ങനെ നമ്പൂതിരിപ്പാട് എന്ന് വരെ പേരുണ്ടായിരുന്ന ആളുകളുടെ നീണ്ട ലിസ്റ്റല്ലേ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ പേര് നോക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ശരിയാണല്ലോ, എല്ലാം ഹിന്ദു പേരുകാരാണ്. അതെന്തെങ്കിലും സ്ഥാപിക്കുന്നുണ്ടോ? അത് മാത്രമായിട്ട് ഇല്ലല്ലോ. അവരുടെ പാർട്ടിയുടെ ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കുന്ന കുറേ മനുഷ്യരുടെ കൂട്ടാണ്. അതിനെ ഈ നാട്ടിൽ സ്വാഭാവികമായിട്ടുള്ള പേരുകാരിലാണ് അവിടേക്ക് ആളുകൾ വരിക. അപ്പോൾ കാസർഗോഡും മലപ്പുറത്തും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലും മുസ്ലിം പേരുകാരായിട്ടുള്ള ആളുകൾ വിജയിച്ചു എന്ന് വെച്ചാൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ അതിനകത്ത്? മുസ്ലിം ലീഗ് എന്ന് പേരുള്ള ഒരു പാർട്ടിക്ക് മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ട്. അതിന് എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ഇതിനെയൊക്കെ വേറിട്ട് കാണുന്ന എന്തിനാണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമാണോ? മുസ്ലിം പേരുള്ള ആളുകൾ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ആ പേരുള്ള ആളുകൾ എന്തെങ്കിലും കുഴപ്പമാണോ? ഇവരെല്ലാവരും കൂടെ ലീഗിനെയും BJP-യെ സമീകരിക്കാൻ നടക്കുകയാണ്. അതെങ്ങനെയാണ്? BJP അവരുടെ അവരുടെ ഐഡിയോളജി എന്നെയും പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അവരുടെ ഐഡിയോളജി എല്ലാവർക്കും അറിയാം. RSS എന്ന് പറയുന്ന ഹിന്ദു മതമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്നും ഈ രാജ്യം ആകെപ്പാടെ ഹിന്ദുത്വത്തിന്റെ പേരിലാണ് എന്നും ഒക്കെ പറയുന്ന RSS ബാക്ക് ചെയ്യുന്ന ഒരു BJP ഹിന്ദുത്വ പാർട്ടിയാണത്. അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് സവിശേഷമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇവിടെ കേരളത്തിലെ പ്രത്യേകമായ സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ട് അത്തരം അഗ്രസീവായിട്ടുള്ള പ്രസ്താവനകളൊന്നും അവരുടെ ഭാഗത്തുനിന്നില്ലെങ്കിലും BJP അങ്ങനെ ഒരു മതാധിഷ്ഠിത എന്ന് വിളിക്കാവുന്ന ഒരു ഹിന്ദുത്വാധിഷ്ഠിത പാർട്ടിയാണ്. മുസ്ലിം ലീഗ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ലീഗുകാർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ലീഗുകാർക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ? നോക്കൂ, അവരുടെ പേരിൽ തന്നെ മുസ്ലിം എന്നുണ്ട്. പക്ഷേ അതൊരു മതേതര പാർട്ടിയായിട്ട് തന്നെ അങ്ങനെ കാണുന്ന ആളുകൾക്ക് അതിനുള്ള തെളിവുകൾ അവിടെയുണ്ട്. പക്ഷേ ഇനി പോട്ടെ, മുസ്ലിം ലീഗ് നമുക്ക് വർഗീയമാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെ ഭാഗമായിട്ട് എതിർക്കണമെന്ന് വിചാരിക്കുക. മുസ്ലിം ലീഗ് വർഗീയ കാര്യങ്ങൾ നടത്തുന്നു എന്നാണ് രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ ഭാഷയിൽ പറയണം. അല്ലാതെ ആ 2 ജില്ലകളിൽ ഉള്ള ആളുകൾ മുഴുവൻ ഇന്ന പേരുകാരാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ശരിയല്ലാത്ത കാര്യമാണ്. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസമൊക്കെ സ്വാഭാവികമായിട്ടും സജി ചെറിയാൻ ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് അതുള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വരാത്തത്. പിന്നെ അങ്ങനെ അദ്ദേഹം പറയില്ലല്ലോ എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഇത് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ ശിവൻകുട്ടി അല്ല അദ്ദേഹം പറഞ്ഞു അതിനിപ്പോൾ എന്താ കുഴപ്പം ചോദിച്ചാൽ. പക്ഷേ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറയില്ലല്ലോ എന്ന് പറയുന്നതിനർത്ഥം പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇതെന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരുപാട് കാര്യങ്ങൾ പറയണം.